ഗൈസ് ഇന്നത്തെ വീഡിയോ പറയുന്നത് ഞാൻ ഒരു സെറ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് ഈ സംഭവം ഇതൊരു ഡ്രാഗനാണ്, ഇതൊരു പെണ്ണാണ്. ഞാൻ ലാസ്റ്റ് കാണിച്ചിട്ട് ഞാൻ ഇതേപോലെ രണ്ടിടത്ത് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ മാത്രം സെലോ ടേപ്പ്, അത് ഞാൻ ഇവിടുത്തെ സെലോ ടേപ്പ് മാറ്റിയതാണ്. ഇതിലേക്കൂടെ എടുക്കാൻ പറ്റുമായിരുന്നു. അപ്പോൾ അത് മാറ്റിയിട്ട് ഞാൻ ഇങ്ങനെ വിൻഡോ തുറക്കുന്ന മാതിരി ആക്കിയിട്ടുണ്ട്. ഇതൊരു ബുക്കാണ്, അടിപൊളി പേജസൊക്കെ നല്ലതാണ്. ഫസ്റ്റാണ് എൻ്റെ ഫാമിലിൻ്റെ ക്രീറ്റ്. അവരെന്നെ വഴക്ക് പറയുന്നത് ഇത് അവരെന്നെ കട്ട് ചെയ്ത് കളയും. ഇതിലോരോന്നും ഇത് അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്, പേജസും ഉണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് കണ്ടില്ലേ പേജസ് ഇതേപോലെ ആക്കുന്നത്. എനിക്കിഷ്ടം ഇങ്ങനെ പേജസ് ആക്കുമ്പോൾ സമയം പോകുന്നറിയത്തില്ല കേട്ടോ. കുറച്ച് സമയമൊക്കെ പോവും. പക്ഷേ ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം. ഇവിടെ ഇപ്പോൾ തീരാത്തുണ്ട്. അവിടെ ലോഡ് പേജസ് ഉണ്ട്. എന്നാലും അങ്ങനെ പേജസ് ആണ്. ഇവിടെ നമ്മളുടെ കുഞ്ഞു ജേർണലിങ്ങോ ക്രാഫ്റ്റോ കുഞ്ഞ് സപ്ലൈസസൊക്കെ ഇവിടെ ഇടാൻ പറ്റും. ബാക്കിലും ഉണ്ട് കണ്ടേ. പിന്നെ ഇത് നല്ല സ്കൂഷിയാണ്. ഇത് ഇതേപോലെ ക്ലോസ് ചെയ്യുക. ഫയലില്ലേ, ഫയലടയ്ക്കുന്ന മതി. ഇതാണ് ഞാൻ പറഞ്ഞ പെൻ. ഇത് സത്യം പറഞ്ഞാൽ നമ്മളെ പൗച്ചിലൊക്കെ തൂക്കിയിടാൻ പറ്റുന്ന ഒരു മിനിയേച്ചർ പെന്നാണ്. ഇത് ക്യാപ്പാണ് എൻ്റെ. ഇതാണ് ടണ്ടടാ. ഇതാണ് ഞാൻ ഒരു കാര്യം ചെയ്തിരുന്നായിരുന്നു എൻ്റെ കയ്യിൽ. അപ്പോൾ കുറച്ച് മാഞ്ഞു പോയപ്പോൾ ഞാൻ വിചാരിച്ചു വീണ്ടും ഒരെണ്ണം കൂടെ ചെയ്ത് ഇതാണ്ടേ ഇപ്പം ഞാൻ ചെയ്തത്. കുഞ്ഞിതാണ്, നിങ്ങൾക്ക് അത്യാവശ്യം കാണാൻ പറ്റില്ല കേട്ടോ. ഓക്കെ, ഇനി ഇത് ഞാൻ വെക്കാൻ പോവാണ്. ഇതിന് ലോങ് വീഡിയോ ആയിട്ടാണ് പോസ്റ്റ് ചെയ്യുന്നത്. എപ്പോഴും ഷോർട്സാണ് പോസ്റ്റ് ചെയ്യുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. എന്തായാലും ഞാൻ ലോങ് വീഡിയോ പോസ്റ്റ് ചെയ്യാണ്. ഓക്കെ, ഇനി ഞാൻ അടുത്ത കാര്യം മനസ്സിലാക്കാം. നേരത്തെ ഞാൻ ഇട്ടിരുന്ന ഒരു വീഡിയോ ഇല്ല, അതിന് സത്യം പറഞ്ഞാൽ 59 വ്യൂസ് ഇട്ടിരുന്നു. എല്ലാവരും കണ്ടതിന് താങ്ക്സ് ഗായ്സ്. ഓക്കെ, ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇന്നലെ ഞാൻ ഈ ഒരു ഗിറ്റാറിനെ പറ്റിയിട്ടല്ല പറഞ്ഞത്, കമ്പാർട്ട്മെൻ്റ് അത് വെക്കുന്നതൊക്കെ പറഞ്ഞു. ഇന്ന് ഞാൻ വന്നേക്കുന്നത് ശരിക്കും വന്നേക്കുന്നതാണ് ജേർണൽ സപ്ലൈസസ് ഒരു ഷോ. ഓക്കെ, ഐ ക്യാൻ ഷോ. ഫസ്റ്റ് തന്നെ ഈ പെട്ടി നമ്മൾ കാണിച്ച്. ഇതൊരു ഹാൻഡ് ബാഗ്, ഇതൊരു ബാഗ് ഓർഗനൈസറാണ്. ഫസ്റ്റ് നിങ്ങൾ കണ്ടായിരിക്കും മോളിൽ എന്തായിരിക്കുന്നത്. അത് നിങ്ങൾ സപ്ലൈസസ് അല്ല, അത് നിങ്ങൾ നോക്കണ്ട. ഓക്കെ, എല്ലാവർക്കും അറിയാം. ഇതിപ്പം കുറച്ച് കാലത്തിന് മുമ്പ് ട്രെൻഡിങ് ആണ്. ഇനി ക്യാമറ ഗായ്സ് ലൈറ്റ് കളറാണ്, വീഡിയോ ഡാർക്കായിട്ടാണ് നിങ്ങൾക്ക് തോന്നുന്നത്. ശരിക്കും പറഞ്ഞാൽ അതിന് ഫിൽറ്റർ അങ്ങനെ ഓണാക്കിയോ. ഇത് വേറെ കളറാണ്, ഇത് ഗ്രീനാണ്. പക്ഷെ ഇതിൽ ക്യാമറയിൽ ബ്ലൂ ആണ് ആക്ച്വലി കാണിക്കുന്നത്, ഗ്രീനാണ്. ദെൻ പിന്നെ ഉള്ളത് ഈ ഒരു പാറ്റേൺ പേപ്പർ, പിന്നെ ബുക്ക് മാർക്ക് ഇത്, പിന്നെ ഈ ഒരു ബുക്ക് ഞാൻ ഉണ്ടാക്കിയതാണ്. അതാണ് പിന്നെ കുറച്ച് ടു ഡു ലിസ്റ്റ് ഉണ്ട്. ടു ഡു ലിസ്റ്റാണ് ബുക്ക് പല തരമായിട്ട്. അയ്യോ ഇല്ല, പേജ് വിട്ടുപോയിടാ, പേജ് വിട്ടുപോയി. ഇനി ലാസ്റ്റ് ഓർഗനൈസ് ഇത് ഏത് വെക്കണം. എന്തായാലും ഞാൻ വെക്കട്ടെ. പേജ് അതേപോലെ വെറുതെ നശിപ്പിക്കും.
ഞാൻ ഇതിനകത്തൊരു സ്റ്റിക്കർ ഇരിക്കുന്നതാണ്. അയ്യോ, അത് ഞാൻ നേരത്തെ നിങ്ങൾ കാണിച്ച ഒരു ഗ്രീറ്റിംഗ് ഇല്ലേ, അതിലൊരു ബ്ലൂ കളർ പേപ്പർ ഈ ഒട്ടിച്ച് ഞാൻ ഇളക്കിയപ്പോൾ ബ്ലൂ കളർ വന്ന്. കാരണം അത് ബ്ലൂ കളർ. ഇത് ടു ഡു ലിസ്റ്റ് ബുള്ളറ്റ് അതൊക്കെ. പിന്നെ കുറച്ച് പാറ്റേൺ പേപ്പർ, പിന്നെ കുറച്ച് വാഷി ടേപ്സ്, പിന്നെ ഞാൻ പുതിയതായിട്ടുണ്ടാക്കിയ ഒരു ബുക്ക്. ഇത് പിന്നെ ഞാൻ തന്നെ ഉണ്ടാക്കിയ കുറച്ച് വാഷി ടേപ്സ് ഉണ്ട്. അവിടെ ഇത്രയും കളേഴ്സാണ്. ഇത്ര എണ്ണമല്ല, ഇതിൽ കൂടുതലുണ്ട്. താഴെ കിടക്കുകയാണ്. എന്നിട്ട് ലോങ് വീഡിയോ പോസ്റ്റ് ചെയ്യുന്നുണ്ട് തന്നെയാണ്. ഗൈസ് നേരത്തെ കളിച്ച് ക്യാമറ ഇല്ലേ അല്ലേ, ഇതൊരു ബ്ലൂ കളർ ക്യാമറ പോയി വീഡിയോ എടുത്തപ്പോഴത്തേക്കും. പക്ഷേ ആക്ച്വലി ഇത് ഗ്രീനാണ്. എന്നെ വിശ്വസിക്കും, ലൈറ്റ് ഗ്രീനാണ്. ഇത് ബ്ലൂ കളർ മാതിരി തോന്നുന്നേ ഉള്ളൂ. ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് പിക്ചേഴ്സ് ഉണ്ട് കേട്ടോ. നിങ്ങൾ കാണിച്ചിട്ട് കാണുന്നുണ്ടോ? നിങ്ങൾക്ക് കാണുന്നുണ്ടോ? ഒരുപാട് പിക്ചേഴ്സ് തരാം. സിനിമ റോള്, മൈമെലഡി, കുറോമി, പിന്നെ മൈമെലഡി, വേറെ ക്യാരക്ടേഴ്സിൻ്റെ പേരുണ്ട്. ഇത് ഇവിടെ ഒരു സംഭവം കാണുന്നില്ല, ഇത് ഇതേപോലെ ആക്കി കഴിഞ്ഞാൽ ലൈറ്റ് കത്തും. ഇവിടെ ഇങ്ങനെ ലൈറ്റ് കത്തുന്നുണ്ട് സാർ. ഓക്കെ ഗായ്സ്, ഇവിടെ നിന്ന് ഭയങ്കര വെട്ടമായിപ്പോയി, അതുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. പക്ഷെങ്കിലും ഇവിടെ നിന്ന് കാണാൻ പറ്റും. കണ്ടിട്ട് കട്ടിലാണ്. സോറി. പിന്നെ ഇത് ഓഫ് ചെയ്തതൊക്കെ ഇനി അടുത്ത പെട്ടി കാണിച്ചിരുന്നതിന് മുമ്പ് ഇതൊന്ന് ഞാൻ ഓർഗനൈസ് ചെയ്യട്ടെ. ഓക്കെ, ഇത് പെട്ടെന്ന് ഓർഗനൈസ് ചെയ്ത് തീരും, കാരണം ഞാൻ കുറച്ച് ഐറ്റംസ് എടുത്തുള്ളൂ. അതാണ് വേറെ ഒന്നും കാണിച്ചതില്ല. ഓക്കെ, അത് അടച്ചിട്ട് വീണേനെ പറ്റി ലാസ്റ്റ് എനിക്ക് പണിയായനെ ഇഷ്ടമൊന്നും അടയാത്ത ഗ്ലാസ് ഒറ്റയ്ക്ക് ക്യാമറ പിടിക്കുന്നതുകൊണ്ടാണ് ഭയങ്കര ബുദ്ധിമുട്ടായിപ്പോയി. ഞാൻ നേരത്തെ കാണിച്ച സെറ്റിൽ കാശിന് പെട്ടിയൊക്കെ മറന്നു പോയിട്ട് കളർ മാറ്റുന്ന പേന ഇത് പല വീഡിയോസിലും ഉണ്ട്. നിങ്ങൾ കാണുന്ന വേറെ ചാനലിലും ഉണ്ട്. ഇതൊക്കെ ഞാൻ ഇതിൽ അയ്യോ ഇത് ബ്ലാക്ക് ആയി കിടക്കുന്നു. ഇതിൽ ഞാൻ പിങ്ക് ചൂസ് ചെയ്തിട്ടുണ്ട്. ഉണ്ട് പല കളേഴ്സ് ഉണ്ട്. ഇതെല്ലാവർക്കും അറിയാത്തവർക്ക് വേണ്ടി പക്ഷേങ്കിൽ ഇതാർക്കും അറിയില്ല. ഈ ഒരു സംഭവം ഊരിയിട്ട് പെൻസിൽ ടോപ്പ് ആക്കാം കേട്ടോ. അതൊരു മാജിക്കല്ലേ. ഇത് പെട്ടൊക്കെ മറന്നു വരാം. പിന്നെ ഞാൻ ഇവിടെ ഫോൺ ചാരി വെച്ചിട്ടൊക്കെയാണ് സത്യം പറഞ്ഞതിന് ഞാൻ വീഡിയോ തന്നെ എടുക്കണം. അതുകൊണ്ട് തന്നെ ചാരി ഇരിക്കാൻ വേണ്ടി കുറച്ച് ഈ പെട്ടി വേറെന്തോ വാങ്ങിയതിൻ്റെ സ്മെല്ലുണ്ട്. ആ പെട്ടി ഞാൻ അടുക്കളയിൽ നിന്ന് എടുത്തോണ്ട് നിങ്ങൾ സത്യം പറഞ്ഞാൽ യൂട്യൂബ് ചാനൽ തുടങ്ങിയതേ ഉള്ളൂ. അപ്പം തന്നെ ഇത്രയും ന്യൂസ് ഞാൻ കരുതിയില്ല ഒരു വീഡിയോയിൽ അല്ലേ. ഇതിനകത്തുള്ള എൻ്റെ കുറച്ച് മുമ്പത്തെ ഒരു ജേണൽ ബുക്കാണ് ഇത്. പല ജേണലിങ്സും ഞാൻ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതിനകത്ത് സ്റ്റിക്കേഴ്സൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ ഉപയോഗിച്ച് പോയി ലാസ്റ്റ്. ഇത് കണ്ടല്ലേ, ഇത് ഫസ്റ്റ് പേജ്. നെക്സ്റ്റ് പേജ് 2 ഇതുണ്ട്. ഇപ്പോഴായിരിക്കുമല്ലേ വളർന്നിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് നിങ്ങൾ എന്നെ കാണുന്നത്. ആദ്യമായിട്ട് എൻ്റെ യൂട്യൂബ് ചാനൽ ഈ വീഡിയോ മാത്രം കാണുന്നവരാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും കമൻറ്റും എല്ലാം കേട്ടോ. ഇതൊരു തീമാണ്. ഇത് പിങ്ക് തീമാണ്. ഇത് പർപ്പിളാണ്. ഇത് ഞാൻ നേരത്തെ കാണിച്ച ബുക്കിലെ ഗ്രീറ്റിംഗ് ഇല്ലേ, അതേപോലെ ഞാൻ ചെയ്തതാണ്. ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല.
പിന്നെ ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല. എന്ന് പറഞ്ഞാൽ ക്യൂട്ട് പേജസിൻ്റെ ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല. ജസ്റ്റ് പിങ്ക് കളർ വെച്ച് ഒരു സൂര്യൻ മാത്രം വരച്ചെടുത്തു. അത്ര അടിപൊളിയൊന്നുമല്ല സൂര്യൻ. ഇത് മ്യൂസിക് റെക്കോർഡാണ്. നെക്സ്റ്റ് ഇത് 2 പേജ് നേരത്തെ 2 പേജ് വെച്ച് ചെയ്തിരുന്നു. ഇതില്ലേ അതില്ലേ അയ്യോ ഗായ്സ്, അത് ഞാൻ കാണിക്കാൻ പറഞ്ഞു. കാണിച്ചിട്ടുണ്ടോ എനിക്ക് ഓർമ്മയില്ല. അതാണ് ഇത്. അതിൻ്റെ പെയിൻറ്റിങ് ആയിട്ടാണ് ഞാൻ ഇത് ചെയ്തേക്കുന്നത്. ഇത് ചുമ്മാ എല്ലാവർക്കും ചെയ്യാൻ പറ്റും. ഇതാണ് നെക്സ്റ്റ് ജാം. ഇത് കുറോമി ആൻഡ് യൂണിക്കോൺ ആൻഡ് ഗേൾസ് തീമിലാണ് ഞാൻ ചെയ്തത്. ഇത് ടിഷ്യൂ പേപ്പർ ആൻഡ് കളർ പെൻ ആൻഡ് കവായി സ്റ്റിക്കേഴ്സ് ടു ഫ്ലവർ ഗേൾസ്. ആ തീമിലാണ് ഞാൻ ചെയ്തത്. ഇതൊരു ഫ്രെയിം റാബിറ്റ് തീം. ഇത് ഒരു പേപ്പർ ആൻഡ് ടോയ് റുപ്പീസ് ടെഡി ബെയർ സ്റ്റിക്കർ. ഇത് പിങ്ക് കളർ പേപ്പർ ആൻഡ് നോട്ട്ബുക്സ് പേജ് toy rupees. This is apple this and tulip flower girl is theme. ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല. ഇതാണ് റെയിൻബോ ഗേളിഷ് തീം. നല്ല രസമുണ്ട്. അപ്പോൾ ഇതെനിക്കിഷ്ടം. ഇതിലെനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഇതാണ്. നിങ്ങൾ കമൻറ്റ് ചെയ്തതിൽ ഏതാ ഇഷ്ടപ്പെട്ടതെന്നൊക്കെ ഓക്കെ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇത് നേരത്തെ കളിച്ച പിക്ചറാണ്. പിന്നെ ചുമ്മാ വരച്ച് വെച്ചാണ് ജസ്റ്റ്. ഇവിടെ ഒന്നും കൊടുത്തിട്ട്, പക്ഷേ ഇവിടെ ഒന്നും കൊടുത്തിട്ട്. ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അപ്പുറത്തെ പേജിലും മ്യൂസിക് റെക്കോർഡ്. ഇത് ഞാൻ വാലന്റൈൻസ് ഡേക്ക് വാലന്റൈൻസ് ഡേക്ക് ഞാൻ ചെയ്തതാണല്ലേ. ഇത് വേറെ വെച്ചാണ്. ഇത് തീർന്നു. ഇവിടെ പേജിൽ തന്നെ ചെയ്യാത്ത കുറവ്. നേരത്തെ കാണിച്ച ആദ്യത്തെ പേജിൽ സ്റ്റിക്കറില്ലേ, അതിൻ്റെ വലുത് ഞാൻ പുതിയ സ്റ്റിക്കർ വാങ്ങിച്ചപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ കിട്ടിയിട്ടോ. ഉണ്ട് കേട്ടോ, സത്യം പറഞ്ഞുണ്ട്. ഞാൻ ഞെട്ടിപ്പോയി. പല സ്റ്റിക്കേഴ്സ് എൻ്റെ കയ്യിലുണ്ട്. ഇനി 28-ാം തീയതി എൻ്റെ ഡയമണ്ട് പെയിൻറ്റിങ് എന്ന് പറഞ്ഞിട്ടുള്ള സാധനമുണ്ട്. നിങ്ങൾ യൂട്യൂബിൽ കണ്ടിട്ടില്ലായിരിക്കും. ഇതാണ്ടേ ഈ സ്റ്റിക്കർ ഉണ്ടല്ലോ, എൻ്റെ ബുക്കിലുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി. ഞാൻ കാണിച്ചു തരാം. അപ്പോൾ താണ്ടെ അതിൻ്റെ ചെറുതാണ് എൻ്റെ കയ്യിലിരിക്കുക. അയ്യോ സോറി. താണ്ടെ ഇല്ലേ, ഇത് ഫസ്റ്റ് ഷീറ്റ്. നെക്സ്റ്റ് ഷീറ്റ് ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഇതെല്ലാം വേറെയും കുറേ എല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു. ഭയങ്കര ക്യൂട്ട് എസ്തറ്റിക് ആണ്. 2 ഷീറ്റ് ഉണ്ടായിരുന്നു. അത് ജോയിൻ ചെയ്തുകൊണ്ട് 20 രൂപ. പിന്നെ ഇത് അയ്യോ പിന്നെ ഇതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. പിന്നെ ഇത് വർക്കൗട്ടിൻ്റെ ഇതൊക്കെ കാലണ്ടറിൻ്റെ സ്റ്റിക്കർ നിങ്ങൾ ശ്രദ്ധിച്ചോ? ഇതിലൊരു സ്റ്റിക്കർ ഞാൻ എടുത്തതാണ് കേട്ടോ. പിന്നെ ഇത് ക്യാരറ്റൊക്കെ ഉണ്ട്. പിന്നെ എനിക്ക് വേറൊരു മേക്കപ്പിൻ്റെ ഒരു സെറ്റ് വന്നിട്ട് അതിൻ്റെ സാധനങ്ങളൊക്കെ കാണാണ്ടായിപ്പോയി. അതുകൊണ്ട് തന്നെ അതിനകത്ത് എൻ്റെ ബാക്കി ജേർണലിങ് സപ്ലൈസസ് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഇതൊന്ന് അടയ്ക്കട്ടെ, ക്ലോസ് ചെയ്തിട്ട്. അതിൻ്റെ സൗണ്ട് കേൾക്കേ.
കനമുണ്ട് കേട്ടോ, നല്ല ഐറ്റംസ് ഉണ്ട്. ഫസ്റ്റ് എൻ്റെ ഒരു ടേപ്പ്, പിന്നെ എൻ്റെ പുതിയ ജേർണലിംഗ് ബുക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പുതിയ ചാനലോട് കാണിച്ചിട്ടില്ല. അതെ, ഇത് ഫയലിൻ്റെ ടേപ്പാണ്. നേരത്തെ കാണിച്ച പോലെ അത് ഇത് ആദ്യത്തെ ജേർണലിംഗ്. ഇത് തീയെ ചെയ്തതാണ്. പിന്നെ ഇതുണ്ട്. ഇത് ഞാൻ പിക്നിക്കിൻ്റെ ദിവസത്തിന് പിറ്റേ ദിവസം ചെയ്തതാണ്. പിറ്റേ ദിവസമല്ല, അതിന് മുമ്പത്തെ ദിവസം ഒരു ദിവസം. ഞാനൊരു പേജ് വെച്ച്, ഇത് 2 പേജ്. ഇവിടെ ഗേൾ സ്റ്റിക്കർ. അപ്പം എൻ്റെ 2 സ്റ്റിക്കേഴ്സ് തീർന്നിട്ടില്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഒട്ടിച്ചത്. ഇത് പിങ്ക്, ഓറഞ്ച്, റെഡ് സ്റ്റിക്കർ ഗേളിൻ്റെ ആണ്. ഇത് വാട്ടർമെലാണ് ആണ്. പിന്നെ ഇതുണ്ട്. ഇത് നല്ല ഇഷ്ടപ്പെട്ടു. എനിക്ക് സ്നോ മാതിരി തോന്നുന്നു. ഇത് ഒരു പേജ് വെച്ച്, ഇത് 2 പേജ് വെച്ച്, 2 3 പേജ് പോയി. കാരണം അപ്പുറത്തെ ഒരു പേജ് ഉണ്ടായിരുന്നു. ഇത് തീയാക്കി ഞാൻ ചെയ്തത്. നമുക്ക് ബ്ലാക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് ഞാൻ ബ്ലൂ തീമിലാണ് ചെയ്തത്. അപ്പോൾ എൻ്റെ സ്റ്റിക്കേഴ്സ് തീർന്നിട്ടേ ഇല്ല. പിന്നെ ഇതിനൊരു ചുമ്മാ കുത്തി വരച്ചത്. ഇതൊരു ചെറുതാണ്. കാറ്റർപില്ലർസ് മരുഭൂമിയില്ലേ, അതേപോലെ ഏകദേശം ഇത് ചുമ്മാ ടു ഡു ലിസ്റ്റ് മാതിരി കൊടുത്താണ്. ഇത് റെയിൻബോയാണ്. എനിക്കിത് ഇഷ്ടപ്പെട്ടു. നെക്സ്റ്റ് ഇത് ദിയ ചെയ്തത്, മഞ്ഞ വരത്ത്. ഇത് ഞാൻ ചെയ്തതാണ്. ഇതാണ് ഞാൻ നേരത്തെ കാണിച്ചപ്പോൾ മിസ്സിങ് ആയി 2 സ്റ്റിക്കേഴ്സും കേട്ടോ. നേരത്തെ കാണിച്ച പാറ്റേൺ പേപ്പർ ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ്ടേ കത്രിക വെച്ച് കട്ട് ചെയ്താണ്. അപ്പോൾ ഫെവിസ്റ്റിക്ക് തീർന്നു പോയതുകൊണ്ട് ഞാൻ 2 പേജ് വെച്ച് ചെയ്യുന്നില്ല. ഇത് ഞാൻ ചെയ്താണ് ചെയ്തിട്ടുണ്ട്. ഇതുണ്ട്, ഇതൊരു പാറ്റേൺ പേപ്പർ. പിന്നെ ഇത് നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇതാണ്ട്. ഈ സ്റ്റിക്കർ മിസ്സിങ് ആയിരുന്നല്ലേ, അതിനകത്ത് പല സ്റ്റിക്കേഴ്സും മിസ്സിങ്. അത്രയൊക്കെ ഉള്ളു ചാനൽ. നല്ല ചൂടെടുക്കുന്നുണ്ട് കേട്ടോ, ഭയങ്കര ആവിയാണ്. പിന്നെ കുറച്ച് ബ്രഷ് പെൻസ്. ഇത് ഡോംസിൻ്റെ ആണ്. ഡോംസ് ഉണ്ടല്ലോ, ക്യാമലിൻ്റെ ആണ്. ഇതിൽ ബ്ലൂ ഉണ്ട്, ഓറഞ്ച് ഉണ്ട്, യെല്ലോ ഉണ്ട്, ഗ്രീൻ ഉണ്ട്, ബ്ലാക്ക് ഉണ്ട്, റെഡ് ഉണ്ട്. വേണ്ട, ക്യാമലിൻ്റെ എഴുതിയിട്ട് തന്നെ ഉണ്ട്. ക്യാമൽ ബ്രഷ് പെൻ അങ്ങനെ എഴുതിയിട്ടുണ്ട്. അതാണ് ഇന്നൊരു കളേഴ്സ്. പിന്നെ ഞാൻ കാണിച്ചു തരാം അതിലെന്താണ്. പിന്നെ ഫെവിസ്റ്റിക്, അത് തീർന്നു പോയിട്ടോ. എൻ്റെ പെട്ടി മാത്രം എടുത്ത് വെച്ചേക്കാണ്. പിന്നെ കത്രിക, പിന്നെ ഒരു കുഞ്ഞു ബുക്ക്. ഇനി അത് കുറച്ചുള്ളൂ, അതെല്ലാം തീർന്നു പോയിട്ടുണ്ട് പേജസൊക്കെ. പിന്നെ ഒരു സ്കെയിലുണ്ട്, സ്റ്റീലിൻ്റെ. അതെല്ലാവർക്കും അറിയാം, അതുകൊണ്ട് ഞാൻ കാണിക്കൊന്നുമില്ല. ഗേൾസിൻ്റെ ഫേവറേറ്റ് ഒരു റേസറാണ് ലബൂബു റേസർ. ഇതിൻ്റെ ചൈനീസ് വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് നല്ല രസമുണ്ട് കേട്ടോ. അതുകൊണ്ട് പിങ്കാണ് എനിക്കിഷ്ടപ്പെട്ട കളറ്. ഞാൻ അടുത്ത അയ്യോ, ഞാൻ എന്തിനാ ഫെവിസ്റ്റിക് വെച്ചത്. ഇതെല്ലാവർക്കും അറിയാവുന്ന ഒരു സാധനമാണ് ലബൂബു. കുറേ പേർക്ക് പറഞ്ഞുണ്ടോ തോന്നുന്നു. എല്ലാവർക്കും അറിയാം, ഏറ്റവും അറിയത്തില്ല ചിലവർക്കൊന്നും. ഓക്കെ, അങ്ങനെ ഇപ്പോൾ ഇത്രയുള്ള വീഡിയോ. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ. ബൈ ബൈ.